ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അതിരപ്പള്ളി ട്രക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് നേരത്തെ തന്നെ എണീറ്റ് കുളിയും കഴിഞ്ഞ് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. സമയം 5:30 ആയിട്ടുള്ളൂ, പക്ഷേ പുറത്ത് നല്ല ഇരുട്ടാണ്. നമ്മളിവിടെ നിന്നും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് നേരെ പോയിട്ട് അവിടെ നിന്ന് ഇൻസ്റ്റാ പേജിലെ ട്രാവേഴ്സ് TP എന്ന അവരുടെ ഒപ്പമാണ് പോകുന്നത്. ഇവരുടെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ് ട്രക്കിങ്ങിന് പോകുന്നത്. കാണാൻ നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നത്. ഈ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടുള്ള റൈഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവരാണ് നമ്മുടെ ഒപ്പം ഈ ട്രക്കിങ്ങിന് വന്നിരിക്കുന്നത്. നമ്മൾ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറുന്നതാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കഴിയുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ നേരെ പോകുന്നത് ഫോറസ്റ്റ് ഗൈഡ്സിൻ്റെ ട്രക്കിംഗ് ക്യാമ്പിലേക്കാണ്. അവിടെ ട്രക്കിംഗ് ക്യാമ്പിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ക്രൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി ട്രക്കിംഗ് ക്യാമ്പിലേക്ക് പോകാനായിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ഈ പുഴ കടന്ന് പോകണം. പുഴ കടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചങ്ങാടത്തിലാണെങ്കിൽ നമ്മുടെ 8 സീറ്റ് വരെ സെറ്റ് ചെയ്തിട്ട് അവർ ഫുൾ സെറ്റായിട്ട് പോയിട്ടുണ്ട്. ഇത് കടന്നിട്ട് വേണം നമുക്ക് ഇവരുടെ ട്രക്കിംഗ് ക്യാമ്പിലേക്ക് എത്താൻ. കുഴി ഉണ്ടല്ലോ, കടക്കണ ഒരു കുഴി. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ രാത്രിയിൽ കാട്ടാനകൾക്ക് ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് കടക്കാതിരിക്കുകയാണ്. ഇവിടെ ഈ കുഴി കണ്ട് അവർ തിരിച്ചു പോയിക്കോളൂ. ഇതാണ് ഇവരുടെ ക്യാമ്പുള്ളത്. നമ്മളിവിടെ എത്തിയിട്ട് ഫസ്റ്റ് തന്നെ എല്ലാവരും വാഷ്റൂമിൽ പോയി. വാഷ്റൂമൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയായിരുന്നു. ഇവിടുത്തെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറിയത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പേരും അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തിട്ട് ഫുഡെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പഴവും ബിസ്ക്കറ്റും വെള്ളമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ട്രക്കിംഗ് ക്യാമ്പിൽ നിന്ന് നോക്കാനുള്ള ഒരു വ്യൂ ആണ്. നമ്മുടെ കാട്ടിലേക്കും ആ ഒരു പുഴയുടെ ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഉള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ചെറിയൊരു പോകാൻ എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഈ പോകുന്ന വഴിയിലാണ് നമ്മുടെ സാറുമാർ നമുക്ക് ഓരോ കാര്യങ്ങൾ കാടിനെ പറ്റിയിട്ടും നമ്മുടെ ഡൗട്ടുകളൊക്കെ വിശദീകരിച്ച് സംശയങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സാറുമാരാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അതിനൊപ്പം കൊച്ച് നടന്നുമ്പോഴേക്കും നമ്മുടെ ഒപ്പത്തിലുള്ള ആളുകൾക്ക് വടിയൊക്കെ കുത്തി തുടങ്ങി കാട്ടിക്ക് നടക്കാൻ പറ്റാണ്ട്. ഇതാണ് മഞ്ഞക്കൂവ എന്ന് പറയുന്ന സംഭവം. ഒക്കെ അവിടെ നിന്ന് തന്നെ പറിച്ച് ഫ്രഷായിട്ട് കിട്ടിയതിനെ ഈ മഞ്ഞക്കൂവ. അങ്ങനെ നടന്ന് നമ്മൾ ചെറിയ നാടുകാണി പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 2 കിലോമീറ്റർ നടന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും ഇരുത്തായി കിടത്തൊക്കെ ആയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. ഇത് ചെറിയ നാടുകാണി. ഇനിയൊരു 2.5 കിലോമീറ്റർ കൂടി നടന്ന വലിയ നാടുകാണിയുണ്ട്. ഇതിനപ്പുറത്തൊരു തേക്കൂടി ഉണ്ട്. അതുവരെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. അത് 150 വർഷം പഴക്കമുള്ള ഒരു തേക്കുണ്ട് ഇവിടെ. അതാണ് ലാസ്റ്റ് നമ്മുടെ പോയിന്റായിട്ട് വരുന്നത്. വെള്ളം കൂടിയും ഫോട്ടോഗ്രാഫും റെസ്റ്റ് എടുക്കലൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാനുൾപ്പെടെ. അതേതാർക്കും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓറഞ്ച് മിനി വിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മിനി വിറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഓറഞ്ച് സർക്കുലിയ വൈറൻസ് സർക്കുലിയ വില്ലോസ. റെഡ് കളറാണെങ്കിൽ വില്ലോസ, റെഡ് ഇല്ലെങ്കിൽ അത് ഏതായിരുന്നു അതേ തോർക്കത്തിൽ സാധാരണ ശാസ്ത്രനിയമനായിട്ട് സാധാ പറയുമ്പോൾ അത് വന്ന് അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞേ?
ട്രൈബലിന്റെ അരുണാചലിൽ ഒരു നിഷി എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട്. അവര് അവിടെയുള്ള അവര് ഗിഫ്റ്റ് ചെയ്തതാ. ഓ കാട്ടുമൂപ്പൻ. നിങ്ങൾ അവിടെ പോയിപ്പോ? ഞാനവിടെ പഠിച്ചത്. അല്ല അത് അതിന്റെ ആളിന്റെ അല്ല അത് അവര് ട്രൈബൽസ് ഒരു 10 മിനിറ്റ് നടത്താൻ വരും. അത്ര കഴിഞ്ഞോ? 10 മിനിറ്റ് നടത്തി. അത് നിങ്ങൾ കയറുമ്പോ അത് 25 മിനിറ്റ് ആവും. എങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ നോക്കുമ്പോ അവിടെ വീടിന് മുന്നിൽ ചട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നോച്ചറിയില്ല. അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ വലിയ നാടുകാണി എന്ന പേരുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഏറ്റവും ടോപ്പിൽ നിൽക്കണ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കണം. ഈ ഒരു പോഷൻ മൊത്തത്തിൽ നമ്മളെ അതിരപ്പള്ളിയുടെ ഇപ്പോഴത്തെ ഭാഗത്ത് പറഞ്ഞത് ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഈ സൈഡ് ഉണ്ടല്ലോ, ഇവയാണ് നമ്മൾ സാധാരണ ടിക്കറ്റ് കൗണ്ടർ കൊടുത്തിട്ട് മുകളിൽ കയറുമ്പോൾ കാണുന്ന ഒരു ഭാഗം. അവിടെ ആൾക്കാർക്ക് കൂടി നിൽക്കുന്നുണ്ട് ഒരു ഭാഗം. നമ്മളതിൻ്റെ ഓപ്പോസിറ്റ്, അത് നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ ഒരു ഓപ്പോസിറ്റ് കണ്ടില്ലേ, ഓപ്പോസിറ്റിൻ്റെ മലമുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ആ മലമുകൾ. നമ്മൾ ഒരു ചുറ്റടിച്ച് റൗണ്ട് അടിച്ച് മുകളിലെത്തിയിരിക്കുന്നു. അതായത് നമ്മൾ അതിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു റൗണ്ട് ഫുൾ ഇങ്ങനെ കറങ്ങി എന്നിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് ഫുൾ ഇതില്ല, എന്നാലും അതാണ് നമ്മൾ സാധാരണ നിൽക്കുന്നൊരു ഭാഗം. ആ പറഞ്ഞോ. ഒരു മെസ്സേജ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഇതിൻ്റെ അകത്തുനിന്ന് ഫോർമുലേറ്റ് ചെയ്തൊരു സംഭവമാണ്. ഇത് ട്രീൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് ട്രീ ലീൻ ചെയ്തിട്ട് വരും. അവിടുന്ന് പക്ഷേ ബ്രാഞ്ചിങ് ഭയങ്കര വൈഡായിട്ട് വരും ചെയ്യും. അപ്പോൾ ഈ സാധനത്തിന് ഒരു കാൻഡിലിവർ ബീം മാതിരി നിൽക്കുന്ന ഈ സാധനത്തിന് എന്താ പറയാ, വിൻഡിനെ നിയമമുണ്ടല്ലോ, എവരി ആക്ഷൻ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മെഡ്ഗസ്റ്റീറിലെ സംഭവിക്കുന്നത്. താഴെ ബേസിൽ എത്രത്തോളം നമ്മൾ സ്ട്രെങ്ത് ആക്കുന്നു, അപ്പോൾ മരത്തിന് വീഴാണ്ടിരിക്കാൻ വേണ്ടി മരം തന്നെ ഒരു നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ബട്ട്രസ്. അത് കാട്ടിലെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചീനി എന്ന് പറഞ്ഞ മരത്തിലാണ്. ഒരു 4 ആളെ പിടിച്ചു നിൽക്കുന്ന അത്രയും വലിയ, ഏകദേശം ഇതിന്റെ കളറ് സെയിമിലാണ്, വൈറ്റിഷ് കളറാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് നമ്മളെ ഇവിടുത്തെ കണ്ടീഷനിൽ ഈ സാധനത്തിന് ഇങ്ങനെ നിൽക്കാൻ പറ്റും. മറ്റേ വിൻഡ് കുറച്ചും കൂടി കൂടി കഴിയുമ്പോൾ എന്താന്ന് വെച്ചാല് ഇത് മറിയൂല. പക്ഷെ എന്താന്ന് വെച്ചാൽ നടുക്കുന്ന് പൊട്ടി വീഴും. അപ്പൊ അതിന്റെ മുകളിലുള്ള കൂട് വെച്ച സാധനങ്ങൾ മുഴുവൻ നേരെ, ഞങ്ങൾ അങ്ങനത്തെ കണ്ടീഷൻ കണ്ടിട്ടുണ്ട്, നേരെ നിലത്ത് വീണിട്ട് ഫീമെയില് ഹോൺബില്ല് ഇതിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. വിത്ത് അതിന്റെ ചിക്കും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള 3-4 മരങ്ങൾ ഒരുമിച്ച് വീണിട്ട് എല്ലെണ്ണത്തിന് എന്നിട്ട് അവസാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഒരു കുഴി വെട്ടി അതിൻ്റെ അകത്ത് കുഴിച്ചിടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ മെയില് ഇങ്ങനെ ആ മരത്തിന്റെ ചുറ്റും ഇങ്ങനെ പറന്നു നടക്കാം. അതിങ്ങൾ ഒറ്റയ്ക്ക് ഒരു എണ്ണനെ മാത്രം ചൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഭയങ്കര ബോണ്ടിങ്. അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. ഇതിലൊരു എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, ഞാനൊരു സ്റ്റഡിയുടെ പുറകിൽ, ഇതിൻ്റെ ഒരു സ്റ്റഡിയുടെ പുറകിലാണ്. അതിൽ അക്കേഷ്യ യൂക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിർത്തലാക്കി. അപ്പോൾ നമുക്ക് കേരളത്തിലെ പൾപ്പിന് എന്താ സ്പീഷീസ് ഉണ്ടോ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവം വെച്ചിട്ട് നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്ത് പേപ്പർ ആക്കാനുള്ള കൂടുതൽ സൗകര്യം കിട്ടുന്ന ഞങ്ങളുടെ ഒരു ഇതിൽ കിട്ടുമെന്നാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ ഞങ്ങളതിൻ്റെ തെളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു സ്റ്റഡിയുടെ പുറകെയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അത് തെളിയിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് പെട്ടെന്ന് മുളച്ച് വരും. അത് നമുക്ക് കൃത്യമായിട്ട് നിർത്തി ഭാവിയിലൊരു പേപ്പർ ഉണ്ടാക്കുന്ന ഒരു ട്രീയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് ശരിക്കും ഒരു ഹോളായിട്ട് തന്നെ ഉണ്ടാകാം. കാരണം പൾപ്പിന് ഈ സംഭവം വന്നാലും പ്രശ്നമല്ല, അത് അരക്കുന്നതാണ്. പക്ഷെ ഒരു ടിമ്പർ ഫർണിച്ചറിന് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്. ശരിക്കും ഈ പറയുന്ന പോലെ പൊട്ടി വീഴുന്നില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. 150 വർഷം പഴക്കമുള്ള ഒരു പടുകൂറ്റ തേക്ക്
ഇവിടെ എല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയം എത്തിക്കുന്നു. ഈ കൊച്ചരോട് നിന്നിട്ട് തിരിച്ചു പോകാനാണ് പരിപാടി. ഗൈസ്, അപ്പോൾ നമ്മുടെ മുകളിലത്തെ ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയം 12:30 1 മണി ആയി. നല്ല സമയത്ത് നല്ല വെയിലുണ്ട്. നമ്മളത് ഇവിടെ ഇറങ്ങി പോവാണ്. അപ്പോൾ നമ്മളൊരു ഡീവിയേഷൻ എടുത്തിട്ട് വേറെ ഒരു സ്പോട്ട് കാണാൻ പോയിട്ട് ഒന്നുമില്ല, അതിരപ്പള്ളിയുടെ മറ്റൊരു സൈഡ്. അത് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എടുത്ത് നമ്മളെ കൂടുതലുള്ള സൈഡിൽ നമ്മൾ കാണാറുള്ളൂ. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് കര കാണാനായിട്ട് നമുക്ക് പോകുന്നത്. ഇതാണ് ആ ഒരു ഭാഗം. നമുക്ക് ഇവിടെ നിന്ന് അവിടെയുള്ള ഭാഗമുണ്ടല്ലോ, നമ്മൾ സാധാരണ നിൽക്കുന്ന സ്ഥലം, ആ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് കാണിച്ചു തരാം. ഇതാണ് അവിടെ ആൾക്കാർക്ക് കൂടി നിൽക്കുന്നത്. അതിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താ പറയുക, വേറൊരു തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. അങ്ങനെ നമ്മളൊന്നും ഭക്ഷണം കഴിച്ചിട്ട് രാത്രി വന്നിട്ട് തിരിച്ചങ്ങാടത്തിൽ ഞാൻ തിരിച്ചെത്തി. പോകുന്ന എനിക്ക് അധികം കാണാൻ പറ്റിയില്ലും. നല്ല മലയെണ്ണമാരും മ്ലാവ്, പിന്നെ ചെറിയൊരു പച്ചിരക്കുട്ടനെയും പച്ചിര കുട്ടനെയും കാണാൻ പറ്റി. പിന്നെ ഉള്ളത് ചോരിയാമ്പുഴു സാധനങ്ങളൊക്കെ ആയിരുന്നു. അതിന് വലിയ കണ്ടുകൊണ്ട് പിന്നെ അതിനെ പറ്റി പറഞ്ഞില്ല. ബാക്കി വീഡിയോസും നമുക്കത് കാണാൻ മിസ്സായിപ്പോയി, കണ്ടില്ല അതൊന്നും.